ഒരു രാഷ്ട്രീയ സംവിധാനത്തിനകത്ത് പലപ്പോഴും പല അഭിപ്രായങ്ങൾ കാണും. പക്ഷെ ഫൈനലായിട്ട് പാർട്ടിയുടെ അഭിപ്രായം പാർട്ടിയുടെ അഭിപ്രായം ഇവിടെ നിലനിൽക്കുക എന്നുള്ളതാണ്. ഇവിടെ വ്യത്യസ്ത അഭിപ്രായം ഉണ്ടായിരുന്നു. വ്യത്യസ്ത അഭിപ്രായം ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിലാണ് വ്യത്യാസ അഭിപ്രായം ഇല്ലാത്തത്? ചർച്ച ചെയ്യുമ്പോൾ പല അഭിപ്രായങ്ങൾ വരും. ഇപ്പോൾ ഈ പറയുന്ന ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതിനെ വിലയിരുത്തുമ്പോൾ പല അഭിപ്രായങ്ങൾ വരും. ആ പല അഭിപ്രായങ്ങളും അതിനെ കോടീകരിച്ച് പാർട്ടിക്ക് ഒരു തീരുമാനമുണ്ട്. ആ തീരുമാനം അനുസരിച്ച് പോകും. പാർട്ടിക്കകത്തൊരു ഭിന്നത സൃഷ്ടിക്കാൻ വേണ്ടിയുള്ളതാണോ ഇപ്പോഴും പുറത്തു വരുന്ന ഈ വാർത്തകളൊക്കെ? പാർട്ടിക്കകത്തൊരു ഭിന്നതയുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പാർട്ടി ഒരു തീരുമാനമെടുത്ത എല്ലാ 5 MLA-മാരും എല്ലാവരും അതിന്റെ കൂടെ നിൽക്കും. സംശയമുണ്ടോ? ഒരു സംശയവും ഇല്ല. വ്യത്യസ്ത അഭിപ്രായമാണോ ഈ തെറ്റിദ്ധാരണകൾക്ക് കാരണമായി? വ്യത്യസ്തമായ ഏത് അഭിപ്രായം? അഭിപ്രായം എല്ലാവർക്കും ഇല്ലേ? അഭിപ്രായം ഈ പറയുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അഭിപ്രായമില്ലേ? അവിടുത്തെ UDF-നകത്ത് അഭിപ്രായം ഇല്ലേ? അതിനകത്ത് LDF-നകത്ത് അഭിപ്രായം ഇല്ലേ? LDF കൂടുമ്പോൾ പല അഭിപ്രായങ്ങൾ വരും എന്ന് പറഞ്ഞാൽ എന്താ? LDF-നകത്ത് ഇരിക്കുമ്പോൾ എല്ലാം നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് പോകാനാണോ? അല്ലല്ലോ. UDF-നകത്ത് ഇരിക്കുമ്പോൾ എല്ലാം നല്ലതാണ്, നിങ്ങൾ ചെയ്തതെല്ലാം നല്ലതാണെന്ന് ഘടകകക്ഷികളെല്ലാം പറഞ്ഞു പോകുന്നതാണോ നല്ലത്? അതിനകത്ത് ഒരു ഹെൽത്തി ഡിസ്കഷൻ നടക്കും. അതിനെന്നാ കുഴപ്പം? പാർട്ടിക്കുള്ളിലെ വിമർശനങ്ങൾ ചർച്ചകളാണതല്ല. അല്ല, പാർട്ടിക്കുള്ളിലെ ചർച്ച എന്നല്ലല്ലോ. പാർട്ടിക്കുള്ളക്കകത്ത് ഇപ്പൊ നമ്മൾ മീറ്റിംഗ് കൂടാൻ പോകുന്നു, പല കാര്യങ്ങൾ ചർച്ച ചെയ്യും. അതിനകത്ത് ഈ പറയുന്ന മുന്നണി മാറ്റം അല്ലല്ലോ. അതിനകത്ത് പല കാര്യങ്ങൾ എങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകേണ്ടത്, പാർട്ടിയെ ശക്തിപ്പെടുത്തേണ്ടത് എങ്ങനെയാണെന്നുള്ളതാണ്. ജാഥയുടെ ക്യാപ്റ്റൻ ജോസ് കെ മാണി തന്നെയായിരിക്കും. പക്ഷെ ഞാൻ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു. ഈ പറയുന്ന നീണ്ട ദിവസങ്ങളുള്ളത് കൊണ്ട് അതിനകത്ത് പാർലമെന്റ് ഉണ്ട്, ബഡ്ജറ്റ് ഉണ്ട്. അവിടെ ചില ദിവസങ്ങൾ ചിലപ്പോൾ ചില നീക്കുപോക്കുകൾ നടത്തേണ്ടി വരുമായിരിക്കാം എന്നുള്ളത് ഞാൻ പറഞ്ഞത്. അതിന് സത്യമാണ്. അതിനതാണ്. അപ്പൊ ക്യാപ്റ്റൻ ഞാൻ തന്നെയായിരിക്കും, അതിന് സംശയമൊന്നുമില്ല. അല്ല, അങ്ങനെ സംഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ പറ. അതല്ലേ നിങ്ങൾ അതല്ല വാർത്ത വന്നത് നിങ്ങളിൽ നിന്നാ വന്നത്. നിങ്ങൾ പറ എവിടെ വെച്ച് എപ്പോഴാണ് എങ്ങനെയാണ് എന്നാലല്ലേ എനിക്ക് പറയുന്നത്. നാളെ ഇപ്പൊ അമേരിക്കൻ പ്രസിഡന്റിനോട് നിങ്ങൾ ചർച്ച നടത്തിയോ എന്ന് ചോദിച്ചാൽ ഞാൻ എവിടെ പോയി തെളിയിക്കാനാ? ഇല്ലാന്നല്ലേ എനിക്ക് പറയാൻ പറ്റൂ. UDF നേതാക്കൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പുറകെ നടന്ന് ക്ഷണിക്കുന്നത്? എന്തുകൊണ്ടാണ്? ഞങ്ങൾക്ക് ശക്തിയുള്ളതുകൊണ്ടാണ്. ഞാൻ ഒറ്റ കാര്യം, കേരള കോൺഗ്രസ് എവിടെയുണ്ടോ അവിടെ ആയിരിക്കും ഭരണമുള്ളത്. ഞങ്ങൾക്ക് ശക്തിയുള്ളത് കൊണ്ട് തന്നെയാണ്. ഞങ്ങൾക്ക് ഒറ്റ നിലപാടേ ഉള്ളൂ. ആ നിലപാട് ഉറച്ചതാണ്. കേരള കോൺഗ്രസ് പാർട്ടി നേതൃത്വം ഏത് തീരുമാനമെടുക്കുന്നോ ആ തീരുമാനത്തിനോടൊപ്പം മുഴുവൻ 5 MLA-മാരും ഉണ്ടാകും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.